നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത് കമ്മ്യൂട്ടേറ്റീവ് പ്രോപ്പർട്ടി ആയിരുന്നു. അഡീഷൻ്റെ കേസ് നമ്മൾ നോക്കി. അടുത്തത് സബ്ട്രാക്ഷൻ്റെ കേസാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. എക്സാമ്പിളെടുത്തു 2 റാഷണൽ നമ്പേഴ്സ് 3/5, 4/5 അല്ലേ. ഇത് എ ആയിട്ട് ബി ആയിട്ട് എടുത്തു. നമ്മൾ നോക്കേണ്ടത് എ മൈനസ് ബി നോക്കുക. ദാറ്റ് ഈസ് ഈക്വൽ ടു 3/5 മൈനസ് 4/5. ഡിനോമിനേറ്റേഴ്സ് സെയിം ആണ് അല്ലേ. നമുക്ക് ന്യൂമറേറ്റേഴ്സ് ഡയറക്റ്റായിട്ട് സബ്ട്രാക്ട് ചെയ്യാം. 3 മൈനസ് 4 എത്രയാണ്? -1/5 അല്ലേ. അടുത്തത് നമ്മൾ നോക്കേണ്ടത് ബി മൈനസ് എ നോക്കുക. ബി എത്രയായിരുന്നു? 4/5 മൈനസ് എ എത്രയാണ്? 3/5 അല്ലേ. 4 മൈനസ് 3 എത്രയാണ്? 1/5 എന്നല്ലേ. ഇവിടെ വന്നത് -1/5, ഇവിടെ 1/5. ഈക്വൽ ആണോ? അല്ലല്ലേ, നോട്ട് ഈക്വൽ ടു ആണ്. എ മൈനസ് ബി നോട്ട് ഈക്വൽ ടു ബി മൈനസ് എ ആണ്. അതുകൊണ്ട് എന്താണ്? സബ്ട്രാക്ഷൻ ഈസ് നോട്ട് കമ്മ്യൂട്ടേറ്റീവ്. സബ്ട്രാക്ഷൻ ഈസ് നോട്ട് കമ്മ്യൂട്ടേറ്റീവ് ഫോർ റാഷണൽ നമ്പേഴ്സ്. ഒന്നും കൂടി പറയാം. എയും ബിയും എടുത്തു. എ മൈനസ് ബി എടുത്തു. എ എന്ന് പറഞ്ഞ റാഷണൽ നമ്പർ, ബി എന്ന് പറഞ്ഞ റാഷണൽ നമ്പർ എടുത്തു. സബ്ട്രാക്ട് ചെയ്തപ്പോൾ കിട്ടിയ ആൻസർ അത് തിരിച്ച് ബി മൈനസ് എ ചെയ്തു. രണ്ടും എന്താണ്? നോട്ട് ഈക്വൽ ടു ആണ് അല്ലേ. അതുകൊണ്ട് നമുക്ക് പറയാം സബ്ട്രാക്ഷൻ ഈസ് നോട്ട് കമ്മ്യൂട്ടേറ്റീവ് ഫോർ റാഷണൽ നമ്പേഴ്സ്.